അർണോൾഡ് ബെനറ്റിന്റെ ഹൗ ടു ലീവ് ഓൺ 24 hours എ ഡേ എന്ന ബുക്കിനെ കുറിച്ചുള്ള സമ്മറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനും നമ്മൾക്കും ഒരേപോലെ ലഭിക്കുന്ന ഒന്നാണ് സമയം. ഒരു ദിവസം 24 മണിക്കൂർ എല്ലാവർക്കും ഒരേപോലെയാണ്. ചിലർ ജീവിതം കീഴടക്കുമ്പോൾ മറ്റു ചിലർ ഇപ്പോഴും സമയം പോരാ എന്ന് പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം സമയം കുറവല്ല, നമ്മൾ സമയത്തെ ഉപയോഗിക്കുന്നതാണ് പ്രശ്നം. ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ 24 മണിക്കൂറിനെ പുതിയതായി കാണും, പുതിയതായി ഉപയോഗിക്കും, പുതിയതായി ജീവിക്കും. സമയം എന്നത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്പത്താണ്. നിങ്ങൾക്കൊരു ദിവസം 24 ലക്ഷം രൂപ ലഭിച്ചു എന്ന് കരുതുക. നിങ്ങൾ ഈ തുക എന്ത് ചെയ്യും? ബാങ്കിൽ സേവ് ചെയ്യും. പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടി ഈ തുക ഇൻവെസ്റ്റ് ചെയ്യും. പണം നാം ചെലവാക്കുന്നത് വളരെ സൂക്ഷിച്ചാണ്. ഒരു രൂപ പോലും സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നാം നിരവധി തവണ ചിന്തിക്കും. എന്നാൽ ഈ ഒരു സെയിം എമൗണ്ട് സമയമായി നൽകിയാലോ? ഓരോ ദിവസവും യാതൊരു നിബന്ധനയുമില്ലാതെ 24 മണിക്കൂർ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നു. എന്നാൽ ഓരോ മിനിറ്റിന്റെയും വാല്യൂ തിരിച്ചറിയാതെ നാം അത് പാഴാക്കുന്നു. പണം സേവ് ചെയ്ത് വെക്കാനും കടം വാങ്ങാനും സാധിക്കും. എന്നാൽ ഓരോ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ട ഈ 24 മണിക്കൂറിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു മിനിറ്റ് പോലും നമുക്ക് സേവ് ചെയ്യാനോ കടം വാങ്ങാനോ തിരികെ നേടാനോ കഴിയില്ല. ഒരു തവണ നഷ്ടമായ സമയം എത്ര വില നൽകിയാലും തിരികെ നേടുക സാധ്യമല്ല. എല്ലാവരും ഏറ്റവും അധികം പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് സമയം കിട്ടുന്നില്ല എന്ന്. പക്ഷെ ബെനറ്റ് പറയുന്നത് സമയമില്ല എന്നത് നാം പറയുന്ന ഒരു നുണയാണ്. നമ്മുടെ ജീവിതത്തിൽ സമയമില്ലാത്തത് കൊണ്ടല്ല, നമ്മൾ സമയം കാണുന്നില്ല എന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യൂ. എത്ര സമയം നിങ്ങൾ പാഴാക്കുന്നു എന്ന്. റീൽസുകൾ സ്ക്രോൾ ചെയ്യുന്നു, റാൻഡം വീഡിയോസ്. ഇങ്ങനെ ഒരു ദിവസത്തിൽ 2 മുതൽ 3 മണിക്കൂർ വരെ നാം നഷ്ടമാക്കുന്നു. പിന്നീട് നാം പറയുന്നതോ, എനിക്ക് സെൽഫ് ഡെവലപ്മെന്റ് ചെയ്യാൻ സമയമില്ല, പുസ്തകം വായിക്കാൻ സമയമില്ല, വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല. പക്ഷെ സ്ക്രോൾ ചെയ്യാൻ സമയമുണ്ട്, ഓവർ തിങ്കിങ് ചെയ്യാൻ സമയമുണ്ട്, കംപ്ലൈന്റ് ചെയ്യാൻ സമയമുണ്ട്. ഇതെല്ലാം തന്നെ നാം പാഴാക്കുന്ന സമയമാണ്. പക്ഷെ നാം തിരിച്ചറിയുന്നില്ല. നാം വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഈ ഒരു സമയവും പോഡ്കാസ്റ്റുകൾ കേൾക്കാനും ഓഡിയോ ബുക്സ് സമ്മറി കേൾക്കാനും നമുക്ക് ഉപയോഗിക്കാം. ബെനറ്റ് പറയുന്നത് നാം പാഴാക്കുന്ന 2 മണിക്കൂറിൽ നിന്നും 1 മണിക്കൂർ യൂസ് ചെയ്താൽ നിങ്ങളുടെ ദൈനംദിന വളർച്ചയ്ക്കായി അത് ഉപയോഗിക്കാം. ഈ 1 മണിക്കൂർ നിങ്ങൾക്ക് ബുക്ക് വായിക്കാം, പുതിയൊരു സ്കിൽസ് പഠിക്കാം, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാം, ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാം. സ്റ്റെപ്പായി ചെറിയ രീതിയിൽ ആരംഭിക്കാം. ഓവർനൈറ്റ് സക്സസ് ഒന്നും ഒരിക്കലും സാധ്യമല്ല. പകരം ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. ഈ ഒരു 20 മിനിറ്റ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്കില്ലിന് വേണ്ടി യൂസ് ചെയ്യുക. വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുസ്തകം, അല്ലെങ്കിൽ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു ശീലം. അതിനായി ഈ ഒരു 20 മിനിറ്റ് മാറ്റിവെക്കുക. ഈ സമയം നിങ്ങളുടെ കരിയർ മാറ്റാൻ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, നിങ്ങളുടെ ജീവിതം പാത തന്നെ മാറ്റാൻ കാരണമാകും. ലൈഫ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫീസ് ടൈമിന് ശേഷമുള്ള ഈവനിങ് ആണ്. എല്ലാവരും 9 to 5 ജോലി ചെയ്യുന്നു. ഓഫീസിൽ നാം ചെലവഴിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്, സർവൈവലിന് വേണ്ടി. പക്ഷെ ഓഫീസ് ടൈമിന് ശേഷം നാം ചെലവഴിക്കുന്ന സമയം, അതായത് 5 to 9, ഈ സമയമാണ് നമ്മുടെ മനസ്സിനെ, ഫ്യൂച്ചറിനെ, ഐഡന്റിറ്റിയെ ബിൽഡ് ചെയ്യുന്നതിന് സഹായിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഒന്നെങ്കിൽ ഫോൺ സ്ക്രോൾ ചെയ്യും, TV കാണും, റാൻഡം വീഡിയോസ്, യൂസ്ലെസ് ടോക്സ്, ഇതിനായി സമയം പാഴാക്കും. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയം നാം ഏറ്റവും അധികം വേസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ശരിയാണ്, എന്റർടൈൻമെന്റ് ആവശ്യമാണ്. പക്ഷെ എക്സസീവ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ലൈഫിന്റെ എനർജി തന്നെ നശിപ്പിക്കും. ഓരോ ദിവസവും സ്വയം ഒന്ന് ചോദിക്കുക, എനിക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ അതോ പാഴാക്കുകയാണോ?
ഇവിടെ ഞാൻ സമയം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ കരിയറിൽ മാറ്റം സൃഷ്ടിക്കുമോ? സ്ക്രോൾ ചെയ്യുന്നത് എന്നെ ഗ്രോ ചെയ്യാൻ സഹായിക്കുമോ? ബെനറ്റ് പറയുന്നത് വിശ്രമം എന്നത് വളരെ ആവശ്യമാണ്. എന്നാൽ അത് മെന്റലി ഗ്രോ ചെയ്യുന്നതും കൂടിയാകണം. അല്ലാതെ നമ്മെ നശിപ്പിക്കുന്ന ഡിസ്ട്രാക്ഷൻ ആവരുത്. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു സ്കില്ലുണ്ട്. അതാണ് പർപ്പസ്ഫുൾ തിങ്കിങ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? മൈൻഡ്ലെസ് തിങ്കിങ്, റിഗ്രറ്റ്, വറി, ഓവർ തിങ്കിങ്. പർപ്പസ്ഫുൾ തിങ്കിങ് എന്നാൽ ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു ലക്ഷ്യത്തെക്കുറിച്ച് ഒരു പ്ലാൻ എടുത്ത് 15 മിനിറ്റ് ഡീപ്പായി ചിന്തിക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിലെ ഗോൾസിനെ കുറിച്ച്. എന്താണ് നിങ്ങളുടെ ഗോൾസ്? എങ്ങനെ അത് അച്ചീവ് ചെയ്യാം? അതിനായി എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ഡീപ്പായി ചിന്തിക്കുന്നതിനെയാണ് പർപ്പസ്ഫുൾ തിങ്കിങ് എന്ന് പറയുന്നത്. അതാണ് അച്ചീവേഴ്സും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ബെനറ്റ് ഈ ഒരു പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാന കാര്യമാണ് മൈൻഡ് ട്രെയിനിങ്. നമ്മുടെ മൈൻഡ് എപ്പോഴും ഒരു ഓട്ടോ പൈലറ്റ് മൂഡിലാണ്. ഓവർ തിങ്കിങ്, സ്ട്രെസ്, ഡിസ്ട്രാക്ഷൻ, ആങ്സൈറ്റി പലപ്പോഴും ഒരു റോബോട്ടിനെ പോലെയാണ് നമ്മുടെ ജീവിതം നയിക്കുന്നത്. എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നു, 9 to 5 ഓഫീസിലേക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നു, TV കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇവയിൽ തന്നെ മുഴുകി ജീവിക്കുന്നു. ഇങ്ങനെ തന്നെ ജീവിതം തുടർന്നാൽ നിങ്ങൾ ഒരു 5 വർഷത്തിന് ശേഷവും ഇതുപോലെ തന്നെ ആയിരിക്കും. ഒന്നും മാറില്ല. പകരം ദിവസം 1 മണിക്കൂർ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്താൽ എൻറ്റയർ ലൈഫ് തന്നെ കൺട്രോൾ ചെയ്യാം. ഇതിനായി ഒരു 30 മിനിറ്റ് നിങ്ങൾ ഫോണില്ലാതെ, നോയ്സ് ഇല്ലാതെ നിങ്ങളുടെ തോട്ട്സിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. എനിക്ക് എന്താണ് വേണ്ടുന്നത്? എങ്ങനെ എൻ്റെ ലൈഫിൻ്റെ 1% ബെറ്റർ ആക്കാൻ സാധിക്കും? ഇതിനായി ഓരോ ദിവസം ജേർണൽ ചെയ്യാം. മീനിങ്ഫുൾ ആയിട്ടുള്ള ബുക്കുകൾ വായിക്കാം. ഒരു ദിവസം അവസാനിക്കുമ്പം സ്വയം റിഫ്ലക്റ്റ് ചെയ്യാം. ഇന്ന് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ എന്താണ് ചെയ്തത്? ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ദിവസം ഞാൻ കൃത്യമായി ഉപയോഗിച്ചോ എന്ന് സ്വയം ചോദിക്കുക. ഒരു ദിവസം ഞാനും നിങ്ങളും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സെന്റൻസ് ആണ് ഐ ലീവ് മൈ ലൈഫ് ഫുള്ളി, നോട്ട് ആക്സിഡന്റലി. അവിടെ എത്താനുള്ള ആദ്യ പടി ഇന്നത്തെ 24 മണിക്കൂറാണ്. ഇന്ന് നിങ്ങൾ നേടിയ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ ശക്തിയുണ്ട്. പക്ഷെ ഇത് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. ഈ വീഡിയോ കേട്ടതുകൊണ്ട് മാത്രം ഒന്നും മാറുന്നില്ല. മാറ്റം വരുന്നത് നിങ്ങളുടെ ആദ്യ ചുവടുവെപ്പ് വയ്ക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ സമയം എവിടെയാണ് നഷ്ടമാകുന്നത് എന്ന് കണ്ടെത്തൂ. നിങ്ങളുടെ ഫ്രീ ടൈം തിരികെ നേടൂ. മൈൻഡിനെ ട്രെയിൻ ചെയ്യൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വേർഷൻ ഓഫ് യു അതാകുന്നതിന് വേണ്ടി സാധിക്കുന്നത് ഇന്ന് തന്നെ തുടക്കം കുറിക്കുമ്പോഴാണ്.